ഫോർട്ടിൻ്റെ അടുത്തുള്ള ഒരു മെട്രോ സ്റ്റേഷനിലാണ്. നമ്മൾ ഇന്ത്യ ഗേറ്റിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് മെട്രോ പിടിച്ച് നമുക്ക് ഇന്ത്യ ഗേറ്റിലോട്ട് പോകാം. നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്നോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുക. നമ്മുടെ മെട്രോ സ്റ്റേഷനാണ്, ഉള്ളിലോട്ട് പോയി ടിക്കറ്റ് എടുക്കട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ 30 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നേരെ ഇന്ത്യ ഗേറ്റിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഡൽഹിയിലെ ഇത് നമ്മുടെ റെഡ് ഫോർട്ടിൻ്റെ അടുത്തുള്ളൊരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. ലാൽ കില എന്നാണ് ഈ മെട്രോ സ്റ്റേഷൻ്റെ പേര്. നമ്മളിപ്പോൾ റെഡ് ഫോർട്ടിൻ്റെ അവിടെ നിന്ന് കയറിയിട്ട് സെൻട്രൽ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത്, അവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ നേരെ എക്സിറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മെട്രോന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അതായത് ഇന്ത്യ ഗേറ്റ് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇപ്പോൾ നടന്ന അവിടം വരെ പോകണം. ഇന്ത്യ ഗേറ്റിൻ്റെ നേർരേഖയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ട്. നമുക്കിവിടെ വലിയൊരു ഗാർഡൻ കാണാൻ കഴിയും. അതായത് അതിഗംഭീരമാക്കി വെച്ച നല്ല അടിപൊളി ഗാർഡൻ കണ്ടോ. ഇവിടെയൊക്കെ നല്ല വെള്ളം, ഒരു ചെറിയൊരു വെള്ളക്കെട്ടുണ്ട്. ചൂട് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് സഹിക്കാവുന്നതാണ്. നോക്കി, ഒരു മൈനയും ഒരു അണ്ണാനും രണ്ട് നല്ല ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് ഹാപ്പി ആവാം. കുറേ പേരിങ്ങനെ വാക്കിങ്ങിനൊക്കെ വരുന്ന ആളുകളെ കാണാൻ കഴിയും. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞല്ലോ, എന്നിട്ട് വാക്കിങ്ങോ? ഓക്കെ, അതെന്ത് ചെയ്യട്ടെ, അത് അവരുടെ ഇഷ്ടം. ഇവിടെ സെക്രട്ടേറിയറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്തായിട്ട്. ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു സംഭവം കാണാൻ കഴിയും. വെള്ളം വലിയ സുഖമൊന്നുമില്ല കേട്ടോ. അതായത് ഒരു പച്ച കളറിൽ ഒരു അഴുക്ക് പിടിച്ച് വെള്ളം പോയാണ്. എന്തോ ഭാഗ്യത്തിന് വേസ്റ്റും കുപ്പിയൊന്നും ആരും ഇട്ടിട്ടില്ല, അതുകൊണ്ട് കുറച്ച് വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട്. ഞാൻ ആകെ മുഷിഞ്ഞിരിക്കുക കേട്ടോ. ഞാൻ കുളിച്ചിട്ടില്ല. രാവിലെ വെച്ചൊന്ന് പല്ലും തേച്ച് കയ്യും കാലും കഴുകി വന്നതാണ് റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ ഡൽഹി ജംഗ്ഷനിൽ നിന്ന്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഇന്നത്തെ യാത്രയ്ക്ക് ഫുള്ള് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നല്ല ഡോർമെറ്ററി എന്തെങ്കിലും ഫ്ലൈറ്റ് ടൈമിൽ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഫ്രഷായി കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് നമുക്കിനി നാളെ വേറെ സ്ഥലത്തോട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. എന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന അത്രയും കണ്ടു തീർക്കണം. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ഹരിയാനയിലോട്ടോ. ഇന്നെന്താ ഭയങ്കര വ്ളോഗ് ചെയ്യാൻ ഭയങ്കര ഒരു എന്താ പറയുക, ഇപ്പോൾ ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട്, അറിയില്ല. ചില ഓരോ സ്ഥലങ്ങൾ അങ്ങനെയാണ് സുഹൃത്തുക്കളെ. ഇഷ്ടപ്പെടും തോറും നമ്മൾ അതിനോട്ട് ഒരുപാട് അടുക്കും. അപ്പോൾ നമ്മളെ സന്തോഷത്തോടെ നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്കിവിടെ പെട്ടെന്ന് ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഡൽഹി പറഞ്ഞാൽ ഭയങ്കര സുന്ദരമാണ്, നല്ല രസമാണ്. പക്ഷേ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ എല്ലാണ്ട് വൃത്തിഹീനമാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ ആളുകളില്ലേ, ഫുള്ള് ബിസിയാണ് ഗൈസ്. അതായത് അവരവരുടെ എന്താ പറയുക, തിരക്കിനിടയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തീരെ പറ്റിയില്ല. നമുക്ക് കാടും മലയും കുന്നൊക്കെ കയറി അവിടെ ഇങ്ങനെയൊക്കെ പോയിരുന്ന് അതൊക്കെ എനിക്ക് ശരിയാവുള്ളൂ. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ എന്തായാലും ഇത്രയും പെട്ടെന്ന് ഇനി ഹിമാചൽ ആ ഭാഗത്തൊക്കെ കയറണം. എനിക്കൊരു എന്തോ കുറേ ആയി കാടും മലയും ട്രക്കിങ് ചെയ്തിട്ട്. ഇതൊക്കെ കുറച്ച് പട്ടിക്കുട്ടന്മാർ കിടന്നിറങ്ങി നോക്കാം. ക്യൂട്ടായിട്ടോ, നല്ല തണലുണ്ട്. പക്ഷേ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. നല്ല രീതിയിൽ കാറ്റ് വീശുന്ന കാരണം കൊണ്ട് നമുക്ക് ചൂട് ഒരുപാട് അറിയുന്നില്ല. ഡൽഹി എന്ന് പറയുന്നത് ഒടുക്കത്തെ പൊല്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡൽഹീൻ്റെ ഒരു പൊല്യൂഷൻ മാരകമായി ഉയർന്നിരുന്നു. അതൊക്കെയാണ് ഡൽഹിയുടെ അവസ്ഥ. ഇതൊക്കെ ഒരു മരം ചാഞ്ഞ് നിൽക്കുന്ന അങ്ങനെ ഭംഗിയില്ലേ. മരം വെള്ളത്തിനോട് അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. പാവം ദാഹിച്ച് കാണും. ഞാൻ നിങ്ങൾക്കൊരു സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് പറഞ്ഞുതരാം. ആ കാണുന്ന സംഭവം കണ്ടോ, ഈ തൊള്ളയിലിട്ട് ഇങ്ങനെ ചവയ്ക്കുന്ന ആ വിമല് പോലത്തെ സംഭവങ്ങൾ, ഈ പാന് ഗുഡ്ക, ഈ സാധനം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നിരോധിച്ചാൽ തന്നെ നമ്മുടെ ഇന്ത്യ ഫുള്ള് ക്ലീൻ ആവും. സത്യമാണ്. ഓക്കെ, നല്ലൊരു ഉദ്യാനമാണ്. പക്ഷേ തുപ്പി നാറ്റിച്ച് നായ്ക്കൾ. ഞാൻ അങ്ങനെ തന്നെ പറയാം. കാരണം നമ്മുടെ ട്രെയിനൊക്കെ എത്രയോ വൃത്തിയാവും. ഈ തുപ്പി ആകെ നാറ്റിച്ച് എന്താ പറയുക, ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആകെ വൃത്തികേടാക്കുന്ന ഒരേ ഒരു സാധനം ആ തൊള്ളലിട്ട് ചമയ്ക്കുന്ന സാധനമാണ്. ഇതൊക്കെ എവിടെ നോക്കിയാലും ഇവന്മാർ എന്താ പറയുക, ആകെ തുപ്പി നാറ്റിച്ചിട്ട് വൃത്തികേടാക്കും. ഇനി നേരം വെളുത്തിട്ടില്ല, എല്ലാവരും അല്ല കേട്ടോ, ചില ആളുകൾ. അതായത് വലിയ ഉദ്യോഗസ്ഥരുടെ വായിൽ വരെ എപ്പോഴും ഈ വക ചുവപ്പിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഭയങ്കര ഒരു ഷോക്കുള്ളൊരു അവസ്ഥയുണ്ട് അത്. സുഹൃത്തുക്കളെ, ഏതൊക്കെയോ മന്ത്രിമാർ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ ചാനലുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ടും ബഹളും വല്ലാതെ മതി. ഇന്ത്യ ഗേറ്റ് ദൂരെ 1 കിലോമീറ്റർ അകലെ നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ചെറിയൊരു കവാടം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അപ്പട്ടം വരെ നടക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്
ആകപ്പാടൊരു ഇടങ്ങീര്. അതായത് ഇവിടെ ഒരു കിലോമീറ്റർ കഴിഞ്ഞ് നടക്കാനുണ്ട് കേട്ടോ ഇന്ത്യ ഗേറ്റിലോട്ട്. ഒടുക്കത്തെ ദൂരം, പക്ഷെ നല്ല ഉയരമുള്ള കാരണം കൊണ്ട് നമുക്ക് ഇന്ത്യ ഗേറ്റ് ഇവിടെ നിന്ന് എത്ര ദൂരത്തിൽ നിന്നാണ് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്ന് പകുതി ഒറ്റോടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ ഗേറ്റ് ഇതാ ദൂരെ തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. അയ്യോ അതൊക്കെ കുളിക്കുന്നു നോക്കാം കിളികൾ. എന്തൊരു സ്ഥലേ, നല്ല വെയിലാണ്. ഞാൻ കണ്ണടയ്ക്ക് ഇട്ടിട്ടാ ഗൈസ് നടക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ കണ്ണടയ്ക്ക് ഇട്ട് നടക്കുന്നത്. ഭയങ്കര ചൂടായതുകൊണ്ട് സൂര്യൻ നേരെ എൻ്റെ തലൻ്റെ മേലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി കുറേ കാഴ്ചകൾ കാണാനല്ലേ, അപ്പോൾ കണ്ണ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അത്രയും നല്ലതാണ്. അതായത് ഇത് കണ്ടില്ലേ, ഖൽസ തിരങ്ക യാത്ര. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തൊക്കെയോ പരിപാടിയാണ് തോന്നുന്നു. ഈ സിഖുകാരന് എന്തോ പരിപാടിയാണ്. ഇഷ്ടംപോലെ ജനങ്ങൾ പോയിട്ടുണ്ട് ഗൈസ് അവിടെ. നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട് ഇവിടുത്തെ യാത്രക്കാർക്ക്. അതായത് ഇവിടുത്തെ വിസിറ്റേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അവിടെ. കാരണം എന്താ പറയുക, 100 കണക്കിന് ബൈക്കുകൾ ദാദാ ഹോണടിച്ച് വെറുപ്പിക്കുന്നുണ്ട് അവിടെ. പോയി നോക്കാം അവിടുത്തെ അവസ്ഥ. ആകെ ഫുള്ള് ഓറഞ്ച് കളറിൽ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നേക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. കണ്ടോ, പോയി നോക്കാം എന്താ അവസ്ഥ നോക്കാം. നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് വീഡിയോ എടുക്കാൻ കഴിയുമെങ്കിൽ വീഡിയോ എടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ വലിയൊരു പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബുള്ളറ്റ് കൊണ്ടും കുറേയധികം സൂപ്പർ ബൈക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്കെ തച്ചിയമ്പകളും ഓരോത്തിനും ഹോണടി വരെ. നമുക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവിടെ എത്താൻ പറ്റുമോ നോക്കട്ടെ. അത് നോക്കിയേ, അങ്ങനെ ആളുകളാ കുമിഞ്ഞുകൂടി നിൽക്കുന്നു. ഇവിടെ പഞ്ചാബിൽ എന്തൊക്കെയോ പരിപാടിയാണ്, സിഖുകാരൻ്റെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. ആളുകളൊക്കെ തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഇന്ത്യൻ്റെ ഫ്ലാഗൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, നമ്മുടെ ഇന്ത്യൻ്റെ മനോഹരമായിട്ടുള്ള ഫ്ലാഗൊക്കെ ഉണ്ട്. നമുക്കിതാ പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവരുടെ അടുത്ത് വന്നേരം കൊണ്ട് ഇന്ത്യൻ ഫ്ലാഗ് പിടിച്ചിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് നമ്മളുള്ളത്, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ്. അവിടെ ഫുള്ള് തിരക്കാട്ടോ, നല്ല തിരക്കാണ്. പരിപാടിയൊക്കെ ഗംഭീരം നടന്നു തോന്നുന്നു. ഇവരെന്തോ ഒരു യാത്രയ്ക്ക് വേണ്ടി വന്നതാണ്. ഇവരുടെ അടുത്ത് വന്നേരം കൊണ്ട് ഇന്ത്യൻ ഫ്ലാഗ് പിടിച്ചിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് നമ്മളുള്ളത്, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ്. അവിടെ ഫുള്ള് തിരക്കാട്ടോ, നല്ല തിരക്കാണ്. പരിപാടിയൊക്കെ ഗംഭീരം നടന്നു തോന്നുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കാണുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ മുൻവശത്തെ റോഡ് പോകുന്നുണ്ട്. നമ്മൾ റോഡ് മുറിച്ച് കടന്നാലേ നമുക്ക് അപ്പുറത്ത് എത്താൻ പറ്റുള്ളൂ. എങ്ങനെ ഇപ്പോൾ കടക്കും, അവിടെ സീബ്ര ക്രോസിങ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. ഈ വഴി വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രീൻ ബോർഡ്, ഇവിടെ ഒരു സബ്വേ ഉണ്ട്. അതായത് അണ്ടർഗ്രൗണ്ട് വഴി സബ്വേ നേരെ അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ വേണം കേട്ടോ പോകാൻ. അല്ലാതെ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. നമ്മളതാ അവിടുന്ന് വന്നു. കാരണം അവിടെ വലിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ അത് വഴി പറഞ്ഞുതരാം. അതായത് ബാഗേജ് അലൗഡല്ല, സൈഡ് ബാഗ് മാത്രമേ അലൗഡുള്ളൂ. അവിടെ ഒരു ഓപ്ഷനും ഇല്ല നിങ്ങൾക്ക് ബാഗ് വെക്കാൻ. സൈഡ് ബാക്കിൽ ബാക്ക് പാക്ക് കൊണ്ട് വരികയാണെങ്കിൽ ബുദ്ധിമുട്ടും. എന്തോ ഭാഗ്യത്തിന് അവിടെ ഒരു ലേഡീസ് നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു സഹോദരൻ ഫസ്റ്റ് പോയി. സഹോദരൻ്റെ അടുത്ത് ബാഗ് ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ അടുത്ത് ഹെൽപ്പിച്ചിട്ട് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ പോയിട്ട് തിരിച്ച് വന്നിട്ട് വേണം ബാഗ് എടുക്കാൻ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കാണുന്ന നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്താണുള്ളത്. ഭയങ്കര ഉയരം കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ കുറേ എഴുതിയിട്ടൊക്കെ ഉണ്ട്. കാണുന്നില്ല, കാരണം സൂര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉദിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ മേലെ എന്ത് ചെയ്തിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിലെത്തിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞ ആ സഹോദരൻ എന്താ ഓറഞ്ച് ഷർട്ട് ഇട്ടുള്ളതാണ്. ഇങ്ങനെ ഹൈറ്റാണ് കേട്ടോ, നല്ല ഹൈറ്റ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഇന്ത്യ ഗേറ്റും കണ്ടു. പിന്നെ കുറേ ചുറ്റി കാണാനുണ്ട്. നമുക്ക് ഇതിനു വേണ്ടി മാത്രമേ വന്ന കാരണം കൊണ്ട് വേറെ പണിക്കൊന്നും നിൽക്കുന്നില്ല. ഒരു അടിപൊളി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ചയൊക്കെ കണ്ടു. വരുന്ന വഴിയൊക്കെ നല്ല ഭംഗിയായിരുന്നു. എല്ലാ കാഴ്ചയും കണ്ടെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും കുറേ ചരിത്രപരമായ കാര്യങ്ങളും ഡൽഹിയിലെ പല കാഴ്ചകളും നമ്മൾ ചാന്ദിനി ചൗക്കിലൊക്കെ പോകുന്നുണ്ടല്ലോ. അതായത് ഇവിടുത്തെ എനിക്ക് ഡൽഹിയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ രാത്രി കാഴ്ചയിലൊക്കെ പോകാൻ നമുക്ക് അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, കാരണം നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ വരുന്നത്. ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് നമ്മൾ ചാനൽ വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് നമുക്ക് കാണാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്നതെല്ലാവർക്കും ഗുഡ് ബൈ.